CPM കേന്ദ്രങ്ങളിൽ നിന്നും ചില സന്തോഷകരമായ വാർത്തകൾ വരുന്നുണ്ട്. കേവലം വാർത്തകളായിട്ട് അവസാനിക്കാതിരുന്നാൽ അത് നല്ലതുമാണ്. CJPയുടെ ഡൽഹി സമരത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ തങ്ങളുടെ പോഷക സംഘടനകളെ പുനഃസൃഷ്ടിക്കാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അവർ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. മോഡിഫിക്കേഷൻ കൊണ്ട് ആ സംഘടനകൾ നന്നാകാൻ പോകുന്നില്ല. പക്ഷെ മുമ്പിൽ നമ്മൾ ഓരോ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ നേതാവായി യുവ ജനവിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന നേതാവായിട്ട് അറിയപ്പെടുന്നത് A.A. റഹീം എന്നുള്ള മെമ്പർ ഓഫ് പാർലമെൻറ്റിനെയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റാരോടും ചോദിക്കേണ്ട, പ്രൊഫസർ T. വിജയലക്ഷ്മിയോട് ചോദിച്ചാൽ മതി. അവർക്കുണ്ടായ അനുഭവങ്ങൾ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, ആരാണ് അതിന് കാരണക്കാരൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ അനുഭവം ഉണ്ടായി എല്ലാവർക്കും കേരള സമൂഹത്തിന്, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയും അത് ബോധ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ തെളിവ് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഇത്തരം പല പല സംഭവങ്ങൾ കോർത്തിണക്കി ഒരു മുള്ളുമാലയായിട്ട് അല്ലെ മുൾക്കുരിശായിട്ട് CPM നേതാക്കളുടെ കഴുത്തിൽ കിടന്നപ്പോഴാണ് ഉറപ്പായിട്ട് ഇത്തവണ തോൽവിയുണ്ട്. അപ്പോൾ വിജയലക്ഷ്മിക്കുണ്ടായ അനുഭവം ഏതെല്ലാം തരത്തിൽ അവരെ ഹറാസ് ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ഹറാസ് ചെയ്തു. ആ മനുഷ്യനെ തന്നെ വീണ്ടും MP ആക്കി ആദരിക്കാൻ തീരുമാനിച്ച CPM നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടല്ലേ, അല്ലേ വഞ്ചനയല്ലേ ഇതിന് കാരണമായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുവോ? ഇപ്പം ഈ ഒരു കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇത് കുറേ മുമ്പ് 2017 ഉണ്ടായ സംഭവമാണ്. ഇപ്പം നിലവിൽ ഇത് ഇത്തരത്തിലുള്ള വാർത്തയാവാനുള്ളൊരു കാരണം കേരള സർവകലാശാല അക്കാദമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായി വീണ്ടും T. വിജയലക്ഷ്മിയെ UDF സർക്കാർ വന്നതിന് ശേഷം നിയമിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പം നമ്മളിതിന് നോക്കുകയാണെങ്കിൽ A.A. റഹീമിനെതിരായ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അന്ന് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോയിരുന്നു ഈ കാര്യങ്ങളെല്ലാം. കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ യോഗത്തിൽ ഇത്തരത്തിലുള്ള ഡയറക്ടറായി കൊണ്ടുവരുമ്പം അതിനെ എതിർത്തുകൊണ്ട് CPM അതിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. കോൺഗ്രസും BJPയും അനുകൂലമായി വിധി എഴുതുകയും അങ്ങനെ പാസ്സാക്കിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കാദമിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് മുതലമട സ്വദേശിയാണ്. മാത്രമല്ല ഇംഗ്ലീഷ് തമിഴ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും LLBയും എടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. മാത്രമല്ല 8 വർഷത്തെ വലിയ കഠിനാധ്വാനത്തിലൂടെ ഇവർ തയ്യാറാക്കിയ ബൃഹത്തായ തമിഴ് മലയാളം നിഘണ്ടു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇത് പ്രകാശനം ചെയ്തത്. അതാണ് പ്രശ്നം. ഇത് മാത്രമല്ല ICCR വഴി അമേരിക്കയിലെ ഹൂസ്റ്റൺ സർവകലാശാലയിൽ തമിഴ് സ്റ്റഡീസിൽ വിസിറ്റിംഗ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി താൽക്കാലിക പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മുൻ സെക്രട്ടേറിയറ്റിൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വാർത്താ വിനിയോഗത്തിൻ്റെയും കേരള സർവകലാശാല വിഭാഗത്തിൻ്റെയും തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 4 വർഷത്തോളം സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറായിട്ട് സർവകലാശാല സെനറ്റ് അംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. തമിഴ് ലിറ്ററസി ഫിലിം ഫെസ്റ്റിവൽ ഇത്തരത്തിലുള്ള പല വിഭാഗത്തിലും ഒരുപാട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ഇത്തരത്തിൽ കഴിവുള്ള ഒരാളാണ്. പക്ഷേ 2017 മാർച്ച് 30 അന്നത്തെ കേരള സർവകലാശാല സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറായിരുന്ന ഈ പറഞ്ഞ പോലെ T. വിജയലക്ഷ്മി 200ഓളം വരുന്ന വിദ്യാർത്ഥികൾ വിജയലക്ഷ്മി ആക്രമിച്ചു എന്നുള്ളൊരു കേസായിരുന്നു വന്നായിരുന്നു. ഇതിൻ്റെ ഒരു കാരണം എന്നറിയപ്പെടുന്നത് കൃത്യമായ ബില്ലുകളും കണക്കുകളും ഇല്ലാതെ സ്റ്റുഡൻസ് കൊടുത്ത, അതായത് SFIക്കാർ കൊടുത്ത ബില്ല്, അതിന് കൃത്യമായ ബില്ലോ തുകയോ ഒന്നും എഴുതിയിട്ടില്ല. അതെ, അവർക്ക് ഫണ്ട് പാസ്സാക്കി കിട്ടണം, ഇതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ വിജയലക്ഷ്മി പറഞ്ഞത് നിങ്ങൾക്ക് ഫണ്ട് പാസ്സാക്കി തരാം, പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ എത്ര തുക ചെലവാക്കി ഇതിൻ്റെ ബില്ല് കൃത്യമായ കാര്യങ്ങൾ സഹിതം ഇവിടെ കൊണ്ടുവന്നാൽ അതിന് പാസ്സാക്കാനുള്ള സാധനം ഒപ്പിട്ട് തരാം എന്നാണ് പറഞ്ഞത്. ഇതാണ് അന്നത്തെ DYFIയും SFIയും ചൊടിപ്പിച്ചത്. പിന്നീട് ഇദ്ദേഹത്തെ റൂമിൽ പൂട്ടിയിടുകയും വെള്ളം പോലും കൊടുക്കാണ്ട്, പച്ചവെള്ളം കൊടുക്കാണ്ട് മണിക്കൂറുകളോളം പൂട്ടിയിട്ടു എന്നുള്ളത് മാത്രമല്ല, പല വിദ്യാർത്ഥികൾ പേന കൊണ്ടും മുതുകിൽ കുത്തി എന്നുള്ളതും മുടി പിടിച്ച് പിഴുതെടുക്കാൻ നോക്കി വലിച്ചെടുത്തു. ഇത്തരത്തിലുള്ള പല കേസുകളാണ് വന്നുള്ളത്. മാത്രമല്ല അന്ന് റഹീമായിരുന്നു ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വലിയ തലപ്പത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് റഹീം പിന്നീട് രാജ്യസഭാ അംഗമായത്. അപ്പം CPMനുള്ളിൽ ഇത്തരത്തിലുള്ള കലാവാസന ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാറിനാണെങ്കിലും ശരി, കുറച്ചൊക്കെ ഒരു ആക്രമണ വാസന ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിന് പറ്റിയൊരു സ്ഥലം, നല്ലൊരു ജോലിയും കിട്ടും, ഉയർന്ന ശമ്പളവും കിട്ടും, നമുക്കെല്ലാവർക്കും സ്വപ്നമായി ചിന്തിക്കാൻ പറ്റുന്ന രാജ്യസഭാ അംഗമടക്കം കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്കൊരു പ്രത്യേക കഴിവെന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരാളെ ആക്രമിക്കാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനുള്ള കഴിവുണ്ടോ, ഒരാളെ എങ്ങനെയെങ്കിലും തളർത്തി ഇല്ലാണ്ടാക്കാനുള്ള കഴിവുണ്ടോ, നിങ്ങൾക്ക് രാജ്യസഭാ അംഗവും ലോക്സഭാ അംഗമൊക്കെ ആവാം എന്നുള്ളതാണ് CPM കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് വേറൊരു പാർട്ടിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്, CPMന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അപ്പം ഈ ഒരു കേസിൻ്റെ
ആകത്തുക ഈ പറഞ്ഞതുപോലെയാണ്. മാത്രമല്ല പോലീസ് ആദ്യം ഈ കേസെടുക്കാൻ ഒരിക്കലും തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം 2017 എന്ന് പറയുമ്പോൾ 2016 ആദ്യമായി പിണറായി വിജയൻ സർക്കാർ ഭരണത്തിലേറുന്നത്. പിന്നീട് ഈ കേസ് വരുന്നത് 2017 സ്വാഭാവികമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ്, അതായത് പോലീസിനെ കൈയാളുന്നതും പിണറായി വിജയനാണ്. സ്വാഭാവികമായിട്ട് കേസ് എടുക്കേണ്ടത് LDF സർക്കാരാണ്. പക്ഷേ കേസ് എടുത്തില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഒരു നിവൃത്തിയും ഇല്ലാണ്ട് ഇവർ ആരിഫ് മുഹമ്മദ് ഖാനെ പോയി കാണുന്നു. കാരണം ഗവർണറാണല്ലോ വൈസ് ചാൻസലർ എന്നറിയപ്പെടുന്നത്. അപ്പം ഇത്തരത്തിൽ നേരെ ചാൻസലർ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. വൈസ് ചാൻസലർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാർ, അവർക്ക് മുകളിലാണ് ചാൻസലറായിട്ട് ഗവർണർ ഇരിക്കാറുള്ളത്. അപ്പോൾ ഗവർണർ നേരിട്ട് പോയി കണ്ട് പരാതി അറിയപ്പെടുന്നു. ഗവർണർ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അന്ന് കേരള പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് റഹീമിനെതിരെ കേസെടുത്തതും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതൊക്കെ. അപ്പം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക സമ്പ്രദായമാണ് അന്ന് ഉണ്ടായത്. ആ വിജയലക്ഷ്മിക്ക് ഇപ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം അന്ന് അനുഭവിച്ച വലിയ ദുരന്തങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രൊമോഷൻ കൃത്യമായി ആർക്ക് കിട്ടേണ്ട പ്രൊമോഷൻ, അല്ലെങ്കിൽ ഇത് UDF സർക്കാരിൻ്റെ എന്താ പറയുക അനുകമ്പയോടുള്ള അങ്ങനെയൊന്നും ഇതിനെ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് അർഹതപ്പെട്ട കാര്യം കിട്ടി എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിന് കാണുന്നുള്ളൂ. ഞാൻ ഇതിലെ വേറൊരു താങ്കൾ പറഞ്ഞ രസകരമായ വാചകം, എന്തിനായിരുന്നു റഹീമിനും ഇത്ര രോഷം ഇവരോടുണ്ടായതെന്നുള്ള കാരണം താങ്കൾ പറഞ്ഞു. കൃത്യമായ കണക്കില്ലാതെ ബില്ലില്ലാണ്ട് യൂണിവേഴ്സിറ്റി യൂണിയനുകളുടെയും അതുപോലുള്ള സംഘടനകളുടെയും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊടുക്കുന്ന ഗ്രാൻറ്റ് അനുവദിക്കുകയില്ല, അല്ലെങ്കിൽ കൊടുക്കില്ല എന്നുള്ള കർശനമായ നിലപാട് ഇവരെടുത്തു. അപ്പോൾ ഭയപ്പെടുത്തി മേടിക്കാൻ നോക്കാം. അപ്പോൾ കണക്ക് ചോദിച്ചു, ഫണ്ട് ചിലവാക്കി വെച്ച് കഴിഞ്ഞ വർഷം മേടിച്ച ഫണ്ടിൻ്റെ കണക്ക് കൃത്യമായി ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ടീച്ചർ അറിഞ്ഞിരുന്നില്ല, മാഡം അറിഞ്ഞിരുന്നില്ല, ഫണ്ട് പിരിക്കുവരെ, പക്ഷെ കണക്ക് ചോദിച്ചാൽ ഇവർക്ക് അലർജിയാണെന്നുള്ളവർ അറിയത്തില്ല. അലർജി ആയതിൻ്റെ കാരണം ഇപ്പോൾ കുഞ്ഞുകൃഷ്ണൻ എന്ത് തെറ്റായത് പാർട്ടിയുടെ ഫണ്ട് തട്ടിപ്പ്, ധനരാജിൻ്റെ രക്തസാക്ഷിത്വ ഫണ്ട് പിടിച്ചതിൻ്റെ കണക്കൊന്ന് പറയാവോ എന്ന് മാത്രം ചോദിച്ചേ ഉള്ളൂ. ആ കണക്കൊന്ന് പറയാമെന്ന് ചോദിച്ചോളൂ, തിരിച്ചു തരണമെന്ന് പോലും പറഞ്ഞില്ല. അവിടെ മധുസൂദനൻ എന്ന് പറഞ്ഞ ആ കളക്ഷന്, രക്തസാക്ഷി ഫണ്ടിൻ്റെ കളക്ഷന് ഉത്തരവാദിയായിരുന്ന, കണക്ക് സൂക്ഷിക്കാൻ ഉത്തരവാദിയായിരുന്ന അദ്ദേഹത്തിന് ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ യാതൊരു താല്പര്യം അന്നില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം കോടതിയിൽ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് വിചാരണ ചെയ്യുമ്പോൾ ആ കണക്കുകളുടെ നിജസ്ഥിതി എന്നാന്ന് നമുക്കറിയാം. ആ ഒറ്റ കാര്യം, അങ്ങനെ 1-2 പേരുടെ കാര്യമാണ് കരുവന്നൂരിലെ ഫണ്ട് തട്ടിപ്പ്. കരുവന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് കണക്ക് പറ്റിയല്ലോ അവർക്ക്. കണക്കെന്ന് പറയുന്നത് ഇവർക്ക് അലർജിയാണ്, മാത്തമാറ്റിക്സ് ഇവർക്ക് അലർജിയാണ്. കാരണം അതിന് സ്വല്പം തലച്ചോറ് വേണ്ട കാര്യമാണ്. തലച്ചോറ് മുഴുവൻ ഇവർ ഇല്ലാതാക്കി നശിപ്പിച്ചു. വേറെ ആർക്കെങ്കിലും കൊടുക്കുമല്ലേ, ഇത് നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ബാധ്യത, അല്ലെ അവരുടെ തെറ്റായ പീഡനത്തിന് ശിക്ഷിക്കാനുള്ള, ഇപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുത്തു, അവരെ വേണ്ട രീതിയിൽ പോസ്റ്റ് ചെയ്തു, മറ്റേ ചെയ്തു. ഇനി അതിന് കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കാനുള്ള നടപടിയായി ഗവൺമെൻറ് എത്ര നാൾ മുന്നോട്ട് പോകുമോ, അല്ലെ അങ്ങനെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇപ്പം വിജയലക്ഷ്മിക്ക് കിട്ടേണ്ട നീതി UDF സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ പോലും ഇപ്പോൾ കിട്ടി എന്നുള്ളതാണ്. മീൻസ് BJPയും UDFും പാടെ കൈകോർത്തുകൊണ്ടാണ് അവരെ അതിലോട്ട് കൊണ്ടുവന്നത്. അപ്പം വിജയലക്ഷ്മിക്ക് നീതി കിട്ടി എന്നുള്ള കാര്യം കൃത്യമാണ്. പക്ഷേ ഇനിയും അത് അതുപോലെ ആവണം എന്നില്ല. കാരണം ഭരണം ഈ പറഞ്ഞ പോലെ എക്കാലത്തും UDF ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഭരണം മാറും, LDFന് കിട്ടുമായിരിക്കാം. നിലവിലെ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എക്കാലത്തും എല്ലായ്പ്പോഴും ഒരു പാർട്ടി തന്നെ ഭരിച്ചോളുന്നില്ല, അത് മാറും എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രതിപക്ഷ നിലയിലേക്ക് വീണ്ടും CPM വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വരാനുള്ള ചാൻസ് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ല, തെറ്റിതിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമം CPM നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഏറ്റുപറച്ചിലെങ്കിലും, ഒരു എന്താ പറയുന്നത്, കുറ്റസമ്മതമെങ്കിലും പരസ്യമായിട്ട് നടത്തണ്ടേ? പശ്ചാത്താപത്തിൻ്റെ ആദ്യ മാർഗം തെറ്റ് ചെയ്തെന്നുള്ള ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് പശ്ചാത്തലത്തിൻ്റെ ആദ്യമാകുക. ഇതിപ്പോഴും അവർക്കില്ല. ഇവർക്ക് ജനങ്ങൾ തെറ്റുപറ്റിയെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ തിരുത്താൻ ചെല്ലുന്നത്. അവിടെയാണ് CPMൻ്റെ തന്ത്രപരമായ പാളിച്ച ഉണ്ടാകാൻ പോകുന്നത്. ഇനി പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ചിന്ത ഒരു പക്ഷേ നേതൃത്വവുമായി അടുത്ത് നിന്ന, പാർട്ടിയുടെ നേതൃത്വമായി അടുത്ത് നിന്ന്, സംസ്ഥാന നേതൃത്വമായി, ജില്ലാ നേതൃത്വമായി, ഏരിയ കമ്മിറ്റി അടുത്ത് നിന്ന് പ്രയോജനം ലഭിച്ച കുറേ സഹാക്കൾക്ക് ഇത്തരമൊരു ചിന്ത ഉണ്ടാകില്ല. പക്ഷെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഔന്നത്യത്തെയും കണ്ട് ഇതിൽ ചേർന്നവർക്ക് ഉറപ്പായിട്ടും പറയുന്നു, ഇത്തരം തിരുത്തലുകൾക്ക് അവർ തയ്യാറാകും. അല്ലെ തിരുത്താൻ അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ്റെ ആ പുസ്തകം തന്നെ ഇതാ, നേതൃത്വ അണികളെ തിരുത്തണം. അത് ചെറിയ വാചകമല്ലായിരുന്നു. പക്ഷേ ആ വാചകമാണ് ഇന്ന് ഈ വിജയലക്ഷ്മിയെ പോലെയുള്ളവരെ കൈകാര്യം ചെയ്ത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉണ്ടാക്കിയത് ശവകുടീരം അല്ലേ, മഹാരാജ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കസേരയാണ് കത്തിച്ചത്. ഏതൊരു ടീച്ചർക്ക് റീത്ത് വെച്ചായിരുന്നു, റീത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികളുമായിട്ട് നടക്കുന്ന ഒരു അഭിമന്യു എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഇവിടെ കൊന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ.
കേസ് ഫയലും ഡയറി എല്ലാം നഷ്ടപ്പെട്ടു. SFI എന്ന് പറഞ്ഞാൽ ഷണ്ടന്മാരുടെ സംഘടനയ്ക്ക് അനങ്ങാൻ പറ്റിയില്ല. ആ അഭിമന്യനെ വിറ്റ് കാശാക്കി വരും. അതാണ് SFI. അത്തരം കൾച്ചറിൽ നിന്ന് മാറി നല്ലൊരു ആദ്യം ചെയ്യേണ്ടത് ഈ ടീച്ചറിനെ പോയി കണ്ട റഹീം തന്നെ മാപ്പ് പറയണം. തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും റഹീമിൻ്റെ മഹത്വം കുറയുകയല്ല, കൂടുകയുള്ളൂ. അതിനുള്ള സന്മനസ് ഇദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ചെകുവര ഞങ്ങളെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് കാലം പോയി. ക്യൂബയിൽ അതില്ലാതായി. പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സ്ഥിതി ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ക്യൂബയൊക്കെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്. അപ്പോൾ ആ ഒരു പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നതിന് പകരം അതിൻ്റെ നല്ല വശങ്ങളെ യോജിപ്പുള്ള സോഷ്യലിസ്റ്റ് എന്നുള്ള മഹത്തായ ആദർശത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ CPM തയ്യാറാകണം. CPM തയ്യാറാകുന്നതിൻ്റെ വരാനിരിക്കുന്ന തലമുറ ആ ലക്ഷണങ്ങൾ കാണിക്കുകയെങ്കിലും ചെയ്യണം. പക്ഷേ ഇതുവരെ അത് കാണുന്നില്ല. ഇപ്പോഴും ഈ വെല്ലുവിളിയായിട്ട് കഴിഞ്ഞ ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ അക്രമങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ രാജ്യസഭാ MP A റഹീമിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഇത്തരത്തിൽ അധ്യാപകരെതിരെയുള്ള വധഭീഷണിയും ശാരീരിക ഉപദ്രവം എന്ന് പറയുമ്പോൾ മുടി പിഴുതെടുക്കൽ, അതുപോലെ തന്നെ മുതുകിൽ പേന കൊണ്ട് കുത്തൽ, അസഭ്യം പറയൽ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായത്. ഏറ്റവും അവസാനം പോലീസിൽ പോവുകയും പരാതിപ്പെടുകയും പോലീസ് പരാതി എടുക്കാണ്ട് വരികയും പിന്നീട് ഗവർണറെ സമീപിക്കുകയും ഗവർണറുമായി ബന്ധപ്പെട്ട് ഗവർണർ നേരിട്ട് ഇടപെടുകയും അവസാനം FIR എടുക്കുകയും റഹീമിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തത്. അപ്പം ഇത്തരത്തിൽ പശ്ചാത്തലമുള്ളൊരു നേതാവിനെയാണ് പിൽക്കാലത്ത് രാജ്യസഭാ അംഗമായിട്ട് CPM ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പം റഹീമിൻ്റെ A റഹീം എന്നൊക്കെ പറയുമ്പം പല ആൾക്കാരും ഇംഗ്ലീഷ് ആണ് പലപ്പോഴും പല ആൾക്കാർക്ക് ഓർമ്മ വരാനുള്ളത്. അതെ. അപ്പം അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പ്രത്യേകതയാണ്. Wherever I go, I take my house in my head. അപ്പം ഇത്തരത്തിലുള്ള പല ഇംഗ്ലീഷുകളും ഉണ്ട്. യുവർ ദാൾ വിൽ നോട്ട് കുക്ക് ഹിയർ. നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവുകയില്ല. അത് ഗവർണർക്കെതിരെയുള്ളൊരു സാധനമായിരുന്നു. സാറ് പഠിച്ച മഹാരാജാസ് കോളേജിൻ്റെ അടക്കം മുമ്പിലുണ്ടായിരുന്നത് യുവർ ദാൾ വിൽ നോട്ട് കുക്ക് ഹിയർ. അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും SFIയുടെ ഭാഗത്തും DYFIയുടെ ഭാഗത്തും റഹീം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാവാറുണ്ട്. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഈ വിഷയം ബന്ധപ്പെട്ട് റഹീം ഇനിയെങ്കിലും മാപ്പ് പറയണം. പാർട്ടിക്ക് തിരുത്തൽ വേണ്ട സ്ഥലത്ത് തിരുത്തണം, അല്ലെങ്കിൽ പാർട്ടി ശോചിച്ചു പോകും, ഇല്ലാണ്ടാവും എന്നുള്ള സത്യാവസ്ഥയാണ്. CPM ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടെ BJP കയറി വരും എന്നുള്ളതും സത്യാവസ്ഥയാണ്. അതുകൊണ്ട് BJP തടയിടാൻ വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയത കേരളത്തിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയെങ്കിലും CPM ഇനിയെങ്കിലും അവരുടെ തിരുത്തലുകൾ വരുത്തേണ്ട സ്ഥലത്ത്. ഒരു സെക്കൻഡ് ഇടപെട്ടോട്ടെ. താങ്കൾ പറഞ്ഞ വർഗീയത കേരളത്തിലേക്ക് വരാനില്ലെങ്കിലും CPM എതിർക്കണമെന്നാണ് പറഞ്ഞത്. അവർ തന്നെ വർഗീയ കക്ഷിയായി മാറിക്കൊണ്ടിരിക്കുക. പല നേതാക്കന്മാരും ഈ പറഞ്ഞ പോലെ BJPയുമായിട്ട് RSSയുടെ ബന്ധം പുലർത്തുമ്പോൾ ആ ഒരു ടേസ്റ്റ് അവർക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. എല്ലാവരെയും ഒരേപോലെ കണ്ണോടുകൂടി കാണുന്ന, എല്ലാവരും ഒരേപോലെ, സഖാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സഹോദര, പ്രിയപ്പെട്ടവൻ എന്നുള്ള വാക്കിൻ്റെ തന്നെ ചങ്ങാതി എന്നുള്ളതൊക്കെ തന്നെ അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു എന്താ പറയുക ഐഡിയോളജി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPM സംഘപരിവാറിൻ്റെ വൽക്കരണത്തിലോട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും അവർ അവരുടേതായ ഐഡിയോളജി കീപ്പ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ജനങ്ങൾക്ക് വേണ്ടി, തൊഴിലാളി വർഗ്ഗത്തിന് വേണ്ടി അവർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് നേടിക്കൊടുക്കേണ്ട കാര്യങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് രംഗത്ത് വരിക തന്നെ വേണം. അപ്പം എന്തായാലും റഹീം വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറ്റബോധം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞ് രംഗത്ത് വരേണ്ടതാണ്. ഇനി വരുന്ന DYFI SFI തലമുറയെങ്കിലും നല്ല പാത പിന്തുടരേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പുതിയ സിലബസ് UGC BJP അവരുടെ സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ സവർക്കറെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായെന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കോളേജ് പ്രൊഫസർ, അത് ഇടതുപക്ഷ സംഘടനയുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു കോളേജ് പ്രൊഫസർ പറഞ്ഞ വാചകം, സിലബസിനെ കുറിച്ച് പറയാൻ മാത്രം ദയവീത് SFIക്കാർ പോകരുത്. കാരണം ഇപ്പോഴുള്ള സിലബസ് അവർക്ക് സ്വീകാര്യമായിരിക്കുമല്ലോ ഏതായാലും എന്നാണ് അവർ പറയുന്നത്. ഈ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ കയറുന്ന എത്ര SFI പ്രവർത്തകരുണ്ട്, ആർട്സ് കോളേജുകളിൽ പ്രത്യേകിച്ചും എത്ര പേരുണ്ട് എന്ന് അന്വേഷിച്ചിട്ട് വേണം SFI സിലബസിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പോകാൻ. അതാണ് അവർ സിലബസ് ഇപ്പോഴത്തെ സിലബസ് പോലും പഠിക്കുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും PhD മേടിക്കാമെന്നോ പരീക്ഷ എഴുതാതെ PhDക്ക് അഡ്മിഷൻ മേടിക്കാമെന്നും അല്ലെ ഹയർ സ്റ്റഡീസിന് പോകാമെന്നൊക്കെയുള്ള ബാലപാഠങ്ങളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അത് കൾച്ചർ മാറ്റാത്തിടത്തോളം അങ്ങനെ SFI നന്നാവുമോ? അപ്പോൾ ഈ വിജയലക്ഷ്മി ടീച്ചറിനെ പോലുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ആ അവസ്ഥ ഇപ്പോൾ പോയി. ഇനി അവർക്ക് കുറച്ചുകൂടെ കാത്തിരുന്ന് ഏതെങ്കിലും വിദ്യാർത്ഥി പോലീസ് വെടിപ്പിലോ പോലീസ് ലാത്തി ചാർജിലോ മരിച്ച് ഒരു അഭിമന്യുവിനെ പോലെ വേറൊരു രക്തസാക്ഷിയെ കിട്ടുന്നതുവരെ ഇവർ തൽക്കാലം സൈലൻ്റ് ആയിരിക്കും. ബഹളം ശബ്ദത്തിൽ മാത്രമേ കാണുള്ളൂ, അതിൽ കൂടുതൽ പോവുകയില്ല. പിന്നെ ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കുന്നത് SFI എന്ന് പറഞ്ഞ സംഘടന ഭീരുക്കളുടെ സംഘടനയാണ്. മൊത്തം ഭീരു. കാരണം പറഞ്ഞുതരാം. കൂത്തുപറമ്പ് എന്തിനായിരുന്നു അത്തരം പേരെ ബലി കൊടുത്തത്? സ്വാശ്രയ കോളേജിൻ്റെ പ്രശ്നത്തിൽ. ആ സമരത്തിൽ മുമ്പിൽ നിന്ന് SFI ആണ്, DYFI ആണ്.
അതിന് ശേഷം അത്രയും പേര് മരിച്ച ശേഷം രക്തസാക്ഷികളുടെ ആഘോഷം, ഒന്നാം രക്തസാക്ഷി വാർഷികം, രണ്ടാം ഇങ്ങനെ ആഘോഷം, ബലിദാന വാർഷികം എന്നൊക്കെ പറഞ്ഞ് RSSകാർ ചെയ്യുന്ന പോലെ ഇവരും വാർഷികാഘോഷങ്ങളൊക്കെ തുടങ്ങി, രക്തസാക്ഷി ഫണ്ട് പിരിവ് തുടങ്ങി, അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് മനസ്സിലാക്കി. അതോടുകൂടി പിന്നീട് എവിടെയെങ്കിലും എത്രയോ സ്വാശ്രയ കോളേജുകൾ ഇവരുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേരിൽ തന്നെ ഉണ്ടായി. അതിനെതിരായിട്ട് സമരം ചെയ്യാൻ ഇവർക്ക് അനങ്ങാൻ പറ്റിയോ? എവിടെയെങ്കിലും അനങ്ങാൻ പറ്റിയോ? വീണയുടെ സമരം അവിടെ പോയി. തിരിച്ച് ഇപ്പോൾ 4 5 പ്രാവശ്യം വീണ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. സമരം തീർന്നോ? ഇനി പിന്നെ വീണ ചോദ്യം ചെയ്തപ്പോൾ പോകാത്ത എന്തി? അപ്പോൾ പോയാൽ പണി കിട്ടും, അടി കിട്ടും, ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ, പോലീസ് ചിലപ്പോൾ വെടിവെച്ചേക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ സമരത്തിന് എല്ലാ രംഗങ്ങളിൽ നിന്നും മാറുകയില്ല. തിരിച്ചടി ഉണ്ടാകുകയില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നോ തിരിച്ചടി ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പുള്ള സമരങ്ങളിൽ ഇവർ ചെകുവേരയുടെ ജേഴ്സി ഇട്ട് മുമ്പിൽ പോയി നിൽക്കുകയും ചെയ്യും.